തുടരുകയാണ്. അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗം ബാധിച്ച ആദിവാസി യുവതി മരിച്ചു. അഗളി മേലേക്കണ്ടിയൂർ സ്വദേശിനി സൗമ്യയാണ് മരിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവതിയുടെ മരണം. പനിയെ തുടർന്ന് കുക്കൻപാളയം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ന്യൂമോണിയ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും യുവതിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിനേഷ് കുമാർ ചേരുന്നു പാലക്കാട് നിന്ന്. വിനേഷ്, ഈ അരിവാൾ രോഗം, ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഈ അസുഖം, അത് ഇന്നലെയും ഒരു മരണം അവിടെ വള്ളി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ മരിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ ഈ മറ്റ് മേഖലകൾ, ഇപ്പോൾ വയനാട് ഉൾപ്പെടെയുള്ളിടത്ത് നിന്നും ഈ സിക്കിൾ സെൽ അനീമിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ മരണം സംഭവിക്കുന്ന സാഹചര്യമില്ല. അട്ടപ്പാടിയിലെ ഈ മരണങ്ങളുടെ കാരണമാണ് ഏറ്റവും ഊന്നി പഠിക്കേണ്ടത്. എന്തായിരിക്കാം? ഈ പോഷകക്കുറവ് മാത്രമാണോ? വിനേഷ്, കേൾക്കാമോ? കേൾക്കാം. അട്ടപ്പാടിയിൽ മാത്രമല്ല, ഇത് ആദിവാസി മേഖലയിൽ സാധാരണയായി സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം വ്യാപകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിലൊരു പോഷകാഹാരക്കുറവ് മാത്രമല്ല, പ്രധാനമായും ഇത് ഉണ്ടാവാനുള്ളൊരു കാരണം ഈ ജനിതക രോഗം കൂടിയാണിത്. കാരണം ആദിവാസികൾ മാത്രമല്ല, വയനാടൻ ചെട്ടിമാരിലും ഈ രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. വയനാടൻ ചെട്ടിമാരിൽ പരക്കെ ഇല്ലെങ്കിൽ പോലും, ആദിവാസികളുടെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അവർക്കിടയിലും ഈ രോഗം കണ്ടുവരുന്നുണ്ട്, ചികിത്സയും ലഭിക്കുന്നുണ്ട്. ഇതിപ്പോ അട്ടപ്പാടിയിൽ ഉണ്ടായിരുന്ന 2 മരണം, 2ഉം 25ഉം 26ഉം പ്രായമായ യുവതികളാണ് മരിച്ചത്. അതാണ് ഏറെ ദുഃഖകരം. സാധാരണ നമ്മളെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നുണ്ട്. അതായത് ശരീരത്തിലെ രക്താണു അരിവാൾ കണക്കെ വളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അരിവാൾ രോഗം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായും ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് കൃത്യമായ പ്രതിരോധ മരുന്നുകൾ, അതായത് ഈ വൈറ്റമിൻ മരുന്നുകളും അതുപോലെ നല്ല പോഷകാഹാരം ഉൾപ്പെടെയുള്ളതാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്നലെ വള്ളിയുടെ മരണം, ഇന്ന് അതിനുശേഷം സൗമ്യ, ഈ രണ്ടുപേരും, വള്ളിക്ക് 26 വയസ്സേ ആയിരുന്നുള്ളൂ, സൗമ്യക്ക് 25 വയസ്സ്. പക്ഷേ പെട്ടെന്ന് ഈ രോഗം ബാധിച്ചവർക്ക് പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ സൗമ്യക്ക് യഥാർത്ഥത്തിൽ ഇത് ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു. സൗമ്യയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ന്യൂമോണിയ ബാധിച്ചു. അത് തലച്ചോറിനെ ബാധിച്ചതോടുകൂടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മാറി. അസാധാരണ നിലയിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പ്രതിരോധ ശേഷിയാണ് ബാധിക്കുക. സാധാരണ ആളുകൾക്കിടയിൽ വിനേഷ് ഒന്നും ഹോൾഡ് ചെയ്യണം, വിനേഷ് ലൈനിൽ തുടരണം. ഈ തമ്പ് എന്ന സംഘടനയുടെ കൺവീനർ അട്ടപ്പാടിയിൽ നിന്ന് രാമു ചേരുന്നുണ്ട്. ശ്രീ രാമു, ഈ വീണ്ടും ഒരു മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം തേടുന്നത്. എന്തായിരിക്കാം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് അവിടെ? നമസ്കാരം. നമസ്കാരം. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ഇപ്പം ഹെൽത്തിൽ നിന്നാണെങ്കിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആളുകൾ മരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ദുരാവസ്ഥ വളരെ ദയനീയമാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് പറയാൻ കാരണം, ഇപ്പൊ 2013 കുട്ടികളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ മരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ആളുകൾ ശ്രദ്ധ തിരിഞ്ഞു നോക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ പല കേസുകളും, ഓരോ കാര്യങ്ങളിലും, ഇപ്പം ഇത് സിക്കിൾ സെൽ അനീമിയയിൽ നിന്നും ഇപ്പൊ ഈ വർഷം തന്നെ രണ്ട് യുവതികളാണ് മരിച്ചത്. അതിന് മുന്നേ ഇപ്പം ഗർഭിണിയായിട്ടുള്ള ഒരു സഹോദരി മരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് മാത്രമായിട്ട് ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുകയും എന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ പോകുക എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. അതിനോട് ഒരു ഇത് പറയാം. ഒന്നിപ്പം അട്ടപ്പാടിയിൽ തന്നെ 400ഓളം അരിവാൾ രോഗികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ ഒരു 2013 മുന്നേ ഈ രോഗികളെ വളരെ കൃത്യമായിട്ട് മോണിറ്ററി ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് അഗളി CHC ബേസ്ഡ് ആണ് ഒരു വിങ് ഉണ്ടായിരുന്നത്. അത് ഇന്നിപ്പോ ഇല്ല. അപ്പം ഇപ്പം വരുന്നത്, ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കോട്ടത്തറ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രോഗികൾക്ക് മാസാമാസം കൊടുക്കേണ്ട ഒരു തുക, അത് അവരുടെ പ്രോട്ടീൻ ഫുഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് അത് കൊടുക്കേണ്ടത്. ഇത് 5 മാസമായിട്ട് ഇതുവരെയായിട്ട് കൊടുത്തില്ല എന്നാണ് രോഗികളിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നത്.
ഒന്ന് അത്. പിന്നെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിക്കിൾ സെൽ ഉണ്ടായ ഒരു മേഖലയാണ് നമ്മൾ വയനാടും, അതിനുശേഷം പിന്നെ അട്ടപ്പാടി. ഇപ്പൊ വയനാട്ടിലെല്ലാം കുറഞ്ഞു കാണുന്നതായിട്ടാണ്. അട്ടപ്പാടിയിൽ കഴിഞ്ഞ കാലങ്ങളിലേക്കാളും കുറച്ചും കൂടി കൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരം രോഗികളെ കൃത്യമായിട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കണക്കുകൾ ഉയർന്നു വരുന്നതിനുള്ള കാരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല രോഗികളിൽ നിന്നുള്ള കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് രോഗികളാരാണ്, രോഗം വഹിക്കുന്ന ആൾക്കാരാരാണ് എന്നുള്ള അത് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നിലവിൽ അട്ടപ്പാടിയിലില്ല എന്നാണ്. അതായത് ഇപ്പം എന്ത് കാര്യത്തിനും കോടതി ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഇത് വരുന്നു. പക്ഷെ ഈ സിക്കിൾ സെല്ലിന് പ്രത്യേക എന്താ പറയാ ക്ലിനിക്ക് പോലുള്ള ഒരു സംവിധാനം അട്ടപ്പാടിയിൽ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകുകയും രോഗികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള, അതായത് മരുന്നും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരവും എല്ലാം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അട്ടപ്പാടിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിപ്പം ഇന്ന് രണ്ട് സഹോദരിമാര് മരിച്ചു, അതിൽ നിന്നുള്ള ഒരു ചർച്ച മാത്രമാകാതെ ഇനിയുള്ള ആളുകൾ എത്ര പേര് അട്ടപ്പാടിയിൽ ഉണ്ടെന്നും. അല്ല, അതാണ് പ്രശ്നം ശ്രീ രാമു. ഒരുപാട് പേർക്ക് അത്തരത്തിൽ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അട്ടപ്പാടി മാത്രമല്ല, വയനാട്ടിലെ പല മേഖലകളിലുമുണ്ട് എന്ന് ബിനേഷ് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ ഹെറിഡിറ്ററി എന്നുള്ള ഫാക്ടർ കൂടി, ജനിതകമായിട്ടുള്ള ഒരു ഫാക്ടർ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും മറന്നുകൂടാ. എങ്ങനെയുള്ള ഇടപെടലാണ് വേണ്ടത്? ഈ ആരോഗ്യ വകുപ്പ് ഇനിയും എങ്ങനെയൊക്കെ ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ? അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അതായത് ഈ രോഗമുള്ള ആളുകളും രോഗവാഹകരും ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇത് തിരിച്ചറിയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടാകണം. എത്ര പേര് അട്ടപ്പാടിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് തിരിച്ചറിയണം. എത്ര പേര് അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അത് മോണിറ്റർ ചെയ്യും. അത് ഇപ്പം പെട്ടെന്ന് തീരുന്ന ഒരു പ്രോസസ് അല്ല. അതിന് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ടാകുകയും ആ ക്ലിനിക്ക് വഴി അതിന് നിവാരണം ചെയ്യുന്ന അതിന് പ്രത്യേകം ഡോക്ടർ സംവിധാനം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ അട്ടപ്പാടി. ജാഥ നേരത്തെ പറഞ്ഞത് 2013 മുന്നേ ഇവിടെ ഈ സിക്കിൾ സെൽ അനീമിയയെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഊരുകളിൽ പോയിട്ട് കണ്ടെത്തിക്കൊണ്ട് അവരെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ഈ പോഷക കിറ്റുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്നില്ല. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് കണ്ടെത്തി അതിനെ പരിഹരിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് നിന്നുപോയി ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം അതിന്റെ വല്ല പ്രശ്നങ്ങളാണ് ഈ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? ആരോഗ്യ വകുപ്പിന്റെയോ അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെയോ അങ്ങനെ എന്തെങ്കിലും? നമ്മളിപ്പം ഇതിപ്പം നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമുക്ക് 2013 ഈ കാലയളവിൽ പോഷകാഹാര കുറവ് മൂലമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല മീറ്റിങ്ങുകളിലും പല മോണിറ്ററിംഗ് കമ്മിറ്റികളിലെല്ലാം ഇത്തരം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പ്രേക്ഷകർക്ക് അറിവിന് വേണ്ടി ഒന്ന് ചോദിച്ചോട്ടെ, തമ്പ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും ഈ ആദിവാസി മേഖല കേന്ദ്രീകരിച്ചല്ലേ? അതെ അതെ അതെ. അതിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ട്? അതെ അതെ. ഓക്കെ, ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഈ അസുഖം ഈ സമീപ ദിവസങ്ങളിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതാണോ? അപ്പൊ ഇതിപ്പം ഈ രോഗം ഏറ്റവും കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇപ്പം കൂടുതൽ വേനലാണ്, ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇത് കൂടുതൽ പ്രകടം ആകും. അപ്പം ഇങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ രോഗികൾക്ക് വേണ്ടുന്ന ഒരു അവബോധം, അതായത് ഇതിനെ സംരക്ഷിക്കുന്ന അതിപ്പം ചിലപ്പോൾ പല രീതിയിലായിരിക്കും. ചിലപ്പം ബ്ലഡ് കുറഞ്ഞു പോയിട്ടുള്ള പ്രശ്നമാകാം, ചിലപ്പോൾ പനി വന്നിട്ട് ബ്ലഡ് പെട്ടെന്ന് ചേഞ്ച് ആകുന്ന ഒരു ഇത് ഉണ്ട്.
അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ട് ഇത് ഒരു അവബോധത്തിലൂടെ മാത്രമേ, അതായത് രോഗികൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. നമ്മുടെ രോഗികൾക്ക് ഇത്ര ആൾക്കാരുണ്ടെന്നും അതിനുള്ള അവബോധം കൊടുക്കുക, അത് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തനത് ഭാഷയിൽ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി. ശ്രീ രാമു, തമ്പ് സംഘടന കൺവീനറാണ് സംസാരിച്ചത്. ആ മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് അത്രയും വിശദമായി അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത്.